ഇപ്പോൾ വയനാട് SP തപോഷ് ബസ്വദാരി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജനം ടിവിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്നത്? എങ്ങനെയായിരുന്നു പോലീസിന്റെ ഒരു ഓപ്പറേഷൻ അവിടെ? നമസ്കാരം. നമുക്ക് വിവരം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ആ ലൊക്കേഷൻ ചെക്ക് ചെയ്തു. അതിന് പകരം ഒരു സ്പെഷ്യൽ സ്ക്വാഡാക്കി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയിരുന്നു. പിന്നെ വിവരം കൊച്ചി സിറ്റിയിലേക്ക് അടിച്ചിട്ട് അവരുടെ ടീം വന്നതിന് ശേഷം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിടിച്ചിട്ട്. ഈ നടിയുടെ പരാതിക്ക് ശേഷം ബോബി ചെമ്മണ്ണൂർ പോലീസിന്റെ കർശനമായ നിരീക്ഷണത്തിൽ ആയിരുന്നല്ലോ. അത്തരത്തിലല്ലേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത്? ബോബി ചെമ്മണ്ണൂർ സ്വന്തം റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ അങ്ങനെയല്ലേ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്? അതെ അതെ, ശരിക്കും കൊച്ചി സിറ്റി പോലീസാണ് കൈകാര്യം ചെയ്യുകയാണ്. നമുക്ക് വിവരം കിട്ടുമ്പോൾ തന്നെ ഒരു സ്ക്വാഡാക്കി ഫോളോ ചെയ്ത് പിന്നെ ലൊക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ട് അങ്ങനെ കസ്റ്റഡിയിൽ നിന്ന് എടുത്തിരുന്നു. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ അവിടെ ഉണ്ടായോ? കാരണം എയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നല്ലോ കുറച്ച് സമയം. അത് കുറച്ച് റിഫ്രഷിംഗ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ചോദ്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് കൊച്ചി സിറ്റി പോലീസാണ് കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള നടപടികൾ നമ്മൾ കൊച്ചി സിറ്റിയാണ് ചെയ്യുകയാണ് ഇപ്പോൾ നിലവിൽ. അതുപോലെ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ അതുവരെ ഒളിവിൽ പോകാനുള്ള ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു. അതിനല്ലേ യഥാർത്ഥത്തിൽ കേരള പോലീസ് വലിയ തോതിൽ തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അതെ അതെ, അത് അങ്ങനെയുള്ള സാഹചര്യം വന്നതുകൊണ്ട് എത്ര പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്തു. ഇനി പറഞ്ഞ നടപടിക്രമങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അത് സിറ്റി പോലീസ്, കൊച്ചി സിറ്റി പോലീസ് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി സർ, ജനം ടിവിയോട് പ്രതികരിച്ചതിന്.